ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ റെഡിയായി ഇറങ്ങി. വാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറി പോകണം. അവിടെ ആട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഈ ചെടി നിങ്ങൾക്ക് അറിയാവോ? ഇതാണ് കേട്ടോ അരൂത. ഇതുള്ളിടത്ത് പാമ്പ് വരത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാമ്പൊക്കെ വരാറുണ്ടേ. ചേട്ടൻ അതും പറഞ്ഞാണ് കയറി പോകുന്നത്. ഇതുള്ളിടത്ത് പാമ്പ് വരത്തില്ല, പക്ഷേ ഇവിടെ പാമ്പ് വരാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ഒരു കടയുണ്ടേ, ഡേ ഫ്രഷ് ബേക്കറി. പലചരക്ക് സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പലഹാരങ്ങളൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാനിവിടെ വന്നാട്ടോ വാങ്ങാറ്. അടുത്ത് കടയുള്ളത് നല്ലതുമാണ്, അതേപോലെ തന്നെ ചീത്തയുമാണ്. നമുക്ക് പലഹാരങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഓടി വന്ന് വാങ്ങുമല്ലോ. പലഹാരം കഴിക്കൽ അതുകൊണ്ട് കുറച്ച് കൂടുതലാണ്. അത് നമ്മുടെ വണ്ടി ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ചേട്ടൻ ഇന്ന് ഓഫീസുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഓഫീസിൽ പോകാമെന്ന് കരുതിയാണ് ഇറങ്ങിയത്. എനിക്കിന്നൊരു PSC എക്സാമും ഉണ്ട്. അപ്പോൾ PSC എക്സാമിനും പോകണം. ഇത് നമ്മൾ അമ്പലത്തിലെത്തി. കട്ടപ്പനയിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലാട്ടോ വന്നിരിക്കുന്നത്. കാർ പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള വലിയൊരു അമ്പലം തന്നെയാണ് കട്ടപ്പന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇനിയിപ്പോൾ ഞാൻ വഴിപാട് രസീതൊക്കെ എടുത്തിട്ട് വരട്ടെ. ജലദോഷം മാറിയില്ല, അതാട്ടോ സൗണ്ട് അടഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച എന്തോ ആയി ജലദോഷം തുടങ്ങിയിട്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പായി, അതാന്ന് തോന്നുന്നു ഇത് മാറാതെ നിൽക്കുന്നത്. ഇത് നമ്മൾ അമ്പലത്തിലേക്ക് എത്തി. നല്ല ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. നമ്മളിവിടെ നിന്ന് നല്ല സീനറികളൊക്കെ കാണാൻ സാധിക്കും. ഭയങ്കര കാറ്റായിരുന്നു. നല്ല പൊക്കത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ഇത്രയും കാറ്റടിക്കുന്നത്. പൊതുവേ ഹൈ റേഞ്ചിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇച്ചിരി കാറ്റ് കൂടുതലാണ്. പിന്നെ അമ്പലം കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കാറ്റ് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യും. നല്ല നീലാകാശമൊക്കെ ആയിട്ട് ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചപ്പാത്തിലൊക്കെ പോയപ്പോൾ ഭയങ്കര മൂടിയ കാലാവസ്ഥയായിരുന്നു. ഇതിപ്പം നല്ല കാറ്റുമുണ്ട്, തണുപ്പുമുണ്ട്, അതോടൊപ്പം നല്ല തെളിഞ്ഞ വെയിലുമുണ്ട്. ഇവിടെ ഇനി ഉത്സവം വരുവാണ് ഫെബ്രുവരി മാസത്തിൽ. ഫെബ്രുവരി 9 തൊട്ട് 16 വരെ വലിയ ആഘോഷമാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം. മഹാതിരുവാതിരയും മഹാഘോഷയാത്രയും ഒക്കെ ഉണ്ട്. ചേട്ടൻ ചോദിക്കുകയാണ് വീഡിയോ ഒക്കെ ശരിക്കും കിട്ടുന്നുണ്ടോ, നീ നന്നായിട്ടാണോ എടുക്കുന്നത് എന്നൊക്കെ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. രാവിലെ അമ്പലത്തിൽ പോരുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നീട് ഫുഡ് കഴിക്കാൻ കയറി. സ്റ്റാൻഡിലുള്ള ആര്യാസ് ഹോട്ടലിലാണ് കയറിയത്. ഞങ്ങൾ 2 പൂരി സെറ്റാട്ടോ ഓർഡർ ചെയ്തത്. നല്ല ഫുഡാണ് ഇവിടുത്തെ. വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല പൂരിയും മസാലയൊക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഇതേ പൂരി വന്നു. വടയും ഉണ്ട് കേട്ടോ ഈ പൂരി സെറ്റിൻ്റെ കൂടെ. എനിക്കും ചേട്ടനും വട അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അത് റിട്ടേൺ എടുത്തോളം പറഞ്ഞു. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ചേട്ടൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് ബസ് കയറി വീട്ടിൽ പോയേക്കാം എന്ന് കരുതി. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം ഇനി PSC എക്സാമിന് വരാനായിട്ട്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ മാറിയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഒരു ബസ്സിനൊരു 13 രൂപ ചാർജേ ഉള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് കരുതി. എനിക്ക് PSC എക്സാം ഇവിടെ കട്ടപ്പനയിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പോയി സ്കൂളിൽ പോയി ഇരിക്കണ്ടേ, അപ്പോൾ നമുക്ക് ബോറടിക്കുമല്ലോ. കട്ടപ്പന ട്രൈബൽ സ്കൂളിലാണ് കേട്ടോ എക്സാം. ഇതാണ് നമ്മൾ നേരത്തെ കഴിച്ച ആര്യാസ് ഹോട്ടൽ. കട്ടപ്പനയൊക്കെ ഭയങ്കരമായിട്ട് വികസിച്ചു. നിറയെ കടകളും ഷോപ്പുകളും ഒക്കെ ആയി. ഇത് ഞാൻ ബസ് ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് താഴേക്ക് നടക്കണം. വീടിൻ്റെ ആ ഭാഗത്ത് ബസ് അങ്ങനെ നിർത്താറില്ല, അവിടെ ബസ് സ്റ്റോപ്പില്ല. കുറച്ചപ്പോൾ മേളിലേക്ക് നടന്ന് വന്നാലേ ബസ് സ്റ്റോപ്പിലെത്തും. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ കേട്ടോ. അപ്പം ഞാൻ ചെന്നിട്ട് വീട്ടിൽ അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് പിന്നെ PSC എക്സാമിന് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. നീ നമ്മുടെ 2 മിടുക്കന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടേ. ഞാൻ പോകുന്നത് നോക്കിയിരിക്കുക. ഞാൻ ഇവന്മാരുടെ വീഡിയോസൊക്കെ ഷോർട്സായിട്ട് ഇടാറുണ്ട് കേട്ടോ. നിങ്ങളിതൊക്കെ കാണാറുണ്ടോ? ഇത് ഞാനിപ്പോൾ സെൻട്രൽ ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ ബൈക്കിനാണ് കേട്ടോ വന്നേ. ചേട്ടൻ്റെ ഓഫീസിലുള്ള ഒരാളുടെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നു. ഇതാണ് സ്കൂള്. തൊട്ടടുത്ത് തന്നെയാണ്, നടന്നു പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നടന്നില്ല. ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ എനിക്ക് എക്സാം. ഈ സ്കൂളിലാണ് ചേട്ടൻ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നെ 8ഉം 9ഉം വേറെ സ്കൂളിൽ പോയി. വീണ്ടും 10ാം ക്ലാസ് ആയപ്പോൾ ഈ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ചേട്ടൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഉള്ള സ്കൂളാണിത്.
12:30 കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്കൂളിലെത്തി. അവിടെ ഇരുന്നപ്പോൾ ചുമ്മാ ഒരു വ്യൂ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. 12:30 കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിലെത്തിയതുകൊണ്ട് ഒരു കൂട്ടുകാരിനെയും എനിക്ക് കിട്ടി കേട്ടോ. ഐശ്വര്യ എന്ന പേര്. ഡബിൾ കട്ടിങ്ങിലായിരുന്നു ആളുടെ വീട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞിറങ്ങി ചേട്ടൻ എന്നെ വീണ്ടും വിളിക്കാൻ വന്നു. അപ്പോഴേക്കും ഓഫീസൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. പിന്നെ പോയൊരു ചായ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. സപ്ലൈകോയുടെ ഒരു പച്ചക്കറി സ്റ്റാളുണ്ട്. അവിടെ നിന്നാണ് ഇപ്പം ഞാൻ കുറച്ചായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. മറ്റ് പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വിലക്കുറവുണ്ട് ഈ സപ്ലൈകോയുടെ ഈ സ്റ്റാളിൽ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.